ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 ആണ്. ഫസ്റ്റ് നമുക്കിപ്പോൾ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ Z എന്നാണല്ലോ റെഫറൻസ്. Z ഇസ് ഈക്വൽ ടു, നമ്മുടെ കേസിൽ കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് റൂട്ട് 3 I ആണ്. ജനറലി നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ A പ്ലസ് IB ആണ് എന്ന് പറയുമ്പോൾ A റിയൽ പാർട്ടും B ഇമാജിനറി പാർട്ടും. അപ്പോൾ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ട് ഓഫ് Z 1 ആണ്. അതുപോലെ ഇമാജിനറി പാർട്ട് ഓഫ് Z സ്ക്വയർ റൂട്ട് ഓഫ് 3 ആണ്. സോ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ Z ഇസ് ഈക്വൽ ടു ഈ രണ്ട് വരയുടെ തന്നെയാണ് നമ്മൾ മോഡുലസ് എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് ഏതാണ്? 1 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഏതാണ്? റൂട്ട് 3 സ്ക്വയർ. സോ റൂട്ട് 3 സ്ക്വയർ. അപ്പോൾ ഇതെന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് നമ്മൾ സ്ക്വയർ ചെയ്താലും നമുക്ക് ആ നമ്പർ തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് അർത്ഥം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് നമ്മൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന എക്സ് തന്നെ. ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ വെച്ചാൽ 3 തന്നെയാണ്. സോ അത് സ്ക്വയർ റൂട്ട് ഓഫ് 4. സ്ക്വയർ റൂട്ട് ഓഫ് 4 നമുക്കറിയാം 2. സോ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പറിൻ്റെ ആൻസർ ഇവിടെ 2 ആണ് ആൻസർ. ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് amplitude of Z is equal to tan inverse of B by A എന്ന് വെച്ചാൽ ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ടിൻ്റെ ടാൻ ഇൻവേഴ്സ്. നമുക്കറിയാം tan 30 ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ tan 30യുടെ വാല്യൂ 1/√3 ആണ്. സോ നമ്മൾ ശരിക്കും ആംപ്ലിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√3 എന്ന് പറഞ്ഞാൽ അത് 30 ആണ്. സോ എന്താ വെച്ചാൽ ഇൻവേഴ്സ് ഫംഗ്ഷനാണ്. ടാൻ 30 1/√3 ആണെങ്കിൽ 1/√3 കിട്ടുന്നത് ടാനിൻ്റെ ഏത് ആംഗിളാണെന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ റിയൽ പാർട്ട് നമുക്ക് ഇമാജിനറി പാർട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് Z ഇതിൻ്റെ അത് ഈ കേസിലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് Z അപ്പം നമുക്ക് തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ആംപ്ലിറ്റ്യൂഡ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ആംഗിളാണല്ലോ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ടാണ്. ടാൻ ഇൻവേഴ്സ് B എന്താണ് ഇവിടെ? ഇമാജിനറി പാർട്ട് √3 ആണ്, റിയൽ പാർട്ട് 1 ആണ്. സോ നമുക്ക് √3 ടാൻ ഇൻവേഴ്സ് √3 ആണ് നമുക്ക് കിട്ടിയത്. ടാൻ ഇൻവേഴ്സ് √3. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, √3 കിട്ടണമെങ്കിൽ ഏത് ടാനിൻ്റെ ഏത് ആംഗിള് ആണ് നമ്മൾക്ക് √3 ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് ഈ ടാൻ ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം ടാൻ 30 1/√3 ആണ്, ആയതുപോലെ ടാൻ 60 √3 ആണ്. സോ ഈ ടാൻ ഇൻവേഴ്സ് √3 ചെയ്യുമ്പോൾ തീറ്റ നമുക്ക് 60 ഡിഗ്രീസ് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫൈൻഡ് ദി മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈ കോംപ്ലക്സ് നമ്പറാണ് ഇത്.
അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എത്രയാണ്? റിയൽ പാർട്ട് ഓഫ് ഇസഡ് നമ്മൾ നോക്കണം. ഏതാണ് റിയൽ പാർട്ട്? ഇവിടെ ഏതാണ് നോക്കാം. ഇതാണ് റിയൽ പാർട്ട്. സോ അത് -1 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എത്രയാണ്? ഇവിടെ തന്നെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്ലസ് അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മൈനസ് സൈൻ ഇമാജിനറി പാർട്ടിനാണ്. സോ ഇമാജിനറി പാർട്ട് -2 ആണ്. സോ മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്ക്വയർ, ഇമാജിനറി പാർട്ട് സ്ക്വയർ, ഇമാജിനറി പാർട്ട് -1 ആണ്, -1ൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ -2യുടെ സ്ക്വയർ. അപ്പോൾ -1ൻ്റെ സ്ക്വയർ, ഒരു നെഗറ്റീവ് നമ്പർ സ്ക്വയർ ചെയ്താൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആണ്. ചിലത് -1 സ്ക്വയർ ആണ്, -1 ഇൻറ്റു -1 ആണ്. സോ -1 സ്ക്വയർ 1 ആണ്. -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു -2 ആണ്. സോ അത് +4 ആണ്. സോ നമുക്ക് കിട്ടുന്നത് മോഡുലസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ തീറ്റ കണ്ടുപിടിക്കണമല്ലോ. ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട്. അപ്പോൾ -2 ആണ് ഇമാജിനറി പാർട്ട്, റിയൽ പാർട്ട് -1 ആണ്. സോ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 2. അപ്പോൾ നമുക്ക് ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് 2യുടെ ആംഗിൾ വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ നമുക്കിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പക്ഷേ ഇത്രയും വരെ എഴുതിയാൽ ഓക്കെയാണ്, ആൻസറാണ്. ആൻസർ നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ. അതായത് കാൽക്കുലേറ്ററിൽ ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് തീറ്റയുടെ ആൻസർ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ റിയൽ പാർട്ട് എത്രയാണ്? -2 ആണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഓക്കെ, ചെറുതായിട്ട് ഓക്കെ. റിയൽ പാർട്ട് ഓഫ് ഇസഡ് -2 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് 3 ആണ്. സോ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ -2 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ 3 സ്ക്വയർ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, നെഗറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് പോസിറ്റീവ് കിട്ടും. 2നെ സ്ക്വയർ ചെയ്താൽ 4, 3നെ സ്ക്വയർ ചെയ്താൽ 9. സോ സ്ക്വയർ റൂട്ട് ഓഫ് 13. അതാണ് മോഡുലസ്. ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് എത്രയാണ്? 3. റിയൽ പാർട്ട് എത്രയാണ്? -2. സോ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് 3/2. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നത്.